ഇനി മാരക പാപങ്ങൾ, മോർട്ടൽ സിൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? മോർട്ടൽ സിൻസ് കുമ്പസാരത്തിൽ ഏറ്റു പറയുക തന്നെ വേണം. അത്രയും റിപ്പൻറ്റൻസോടുകൂടെ കുമ്പസാരം എന്ന് കൂദാശയിൽ ഏറ്റു പറഞ്ഞു അല്ലേ? പത്രോസിനോട് പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും. അപ്പോൾ ഈ കൊറോണയുടെ കാലത്തൊക്കെ കുമ്പസാരം എന്ന കൂദാശ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ജസ്റ്റ് ഒരു തോന്നലാണ്, അത് സത്യമൊന്നുമല്ല. കുമ്പസാരം അല്ലെങ്കിൽ കൺഫെഷൻ എന്ന് പറഞ്ഞ കൂദാശ ഭയങ്കര പവർഫുള്ളാണ്. അത് ഹീലിംഗ് തരും, പാപമോചനം തരും, ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കുന്നത് നല്ലതാണ്, റെഗുലർ കൺഫെഷൻസ്. അപ്പോൾ ഈ മാരക പാപങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? CCC 1859 ഓക്കെ, അവിടെ പറയുന്നുണ്ട് അവസാനത്തെ ലൈനില്, പാപത്തിന്റെ മനസ്സറിവോട് കൂടിയത് എന്ന വിശേഷണത്തെ കുറയ്ക്കുകയല്ല വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ത്? കപടമായ അജ്ഞതയും ഹൃദയ കാഠിന്യവും പാപത്തിന്റെ മനസ്സറിവോട് കൂടിയത് എന്ന വിശേഷണത്തെ കുറയ്ക്കുകയല്ല വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് കാര്യം. ഒന്ന്, കപടമായ അജ്ഞത. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ, എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. വെറുതെ കാപട്യം. അറിയാം ശരിക്കും, ഇതറിയില്ല എന്ന് ഭാവിക്കാം. എനിക്ക് അറിയാത്തതുകൊണ്ടാ. കപടമായ അജ്ഞത. നിനക്കറിയില്ലെങ്കിൽ നീ അന്വേഷിക്കണം, ബൈബിള് വായിക്കണം, അറിയാവുന്നവരോട് ചോദിക്കണം. അജ്ഞത ഒരു പാപം തന്നെയാണ്. എന്തുകൊണ്ട് അറിഞ്ഞില്ല? നേരത്തെ നമ്മൾ കണ്ടില്ലേ, ശരിക്കും അറിയാതിരുന്നിട്ട് പോലും ലഘുവായ പ്രഹരം കിട്ടും, ലൈറ്റ് ബീറ്റിങ്. അപ്പം കപടമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് നല്ല സിവിയർ ബീറ്റിങ് കിട്ടും, കഠിനമായ പ്രഹരം. അറിയാത്ത പോലെ നടിക്കുക. ഒരു ചൊല്ലുണ്ടല്ലോ, കുതിരേനെ വെള്ളത്തിലേക്ക് കൊണ്ടുപോവാം വെള്ളം കുടിക്കാനേ, അതിനെ കൊണ്ട് കുടിപ്പിക്കാൻ പറ്റും. പിന്നെ ഉറങ്ങുന്ന ആളെ എഴുന്നേൽപ്പിക്കാം, പക്ഷെ ഉറക്കം നടിച്ച് കിടക്കുന്ന ആളെ എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല അല്ലേ? ശരിക്കും അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇത് അറിഞ്ഞിട്ട് അറിയില്ല എന്ന് ഭാവിച്ച് അങ്ങനെ, അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം കപടമായ അജ്ഞത. അപ്പം നമ്മുടെ അജ്ഞതയൊക്കെ ജസ്റ്റ് ചെക്ക്, അത് കപടമായ അജ്ഞതയാണോ, അത് ശരിക്കും അജ്ഞതയാണോ? ശരിക്കും അജ്ഞതയായാൽ പോലും അത് ഒരു എക്സ്ക്യൂസും ഇല്ല. കാരണം അന്വേഷിക്കണം നീ. മനുഷ്യനൊരു ദൈവ അന്വേഷിയാണ്. മനുഷ്യൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. മനുഷ്യൻ്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ട് അത്. എനിക്കെന്തോ ലിമിറ്റേഷനൊക്കെ ഉണ്ടല്ലോ, എനിക്കെല്ലാം പറ്റുന്നില്ലല്ലോ ചെയ്യാൻ. മനുഷ്യന് എല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ വിശ്വാസമുള്ള ആൾക്ക് എല്ലാം പറ്റുമെന്ന് പറയുന്നുണ്ട് വചനം. അപ്പം എന്തോ ഒരു പോരായ്മ ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് അന്വേഷിക്കണം. ഇതെല്ലാം അറിയുന്ന ഒരാളുണ്ടല്ലോ, അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അപ്പം എന്തായാലും കണ്ടെത്തും. അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇത് ഒന്നുകിൽ അറിയില്ല, അല്ലെങ്കിൽ അറിയില്ല എന്ന് ഭാവിക്കും, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കില്ല, അന്വേഷിക്കില്ല. അതൊന്നും എക്സ്ക്യൂസ് അല്ല. അപ്പം കപടമായ അജ്ഞതയും ഹൃദയ കാഠിന്യവും. യൂദാസ്കറിയാത്തക്കൊക്കെ എന്താ പറ്റിയേ? ഈശോയുടെ ശിഷ്യൻ ഹൃദയം കഠിനമായി. പിന്നെ എത്ര മാരക പാപം ചെയ്താലും ഒരു കൂസലും ഇല്ലാത്തൊരവസ്ഥ. പക്ഷേ പിടിക്കപ്പെടും. കാരണം കുറേ മാരക പാപം ചെയ്തു കഴിഞ്ഞാൽ, ഹൃദയം കഠിനമായി കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളൂ. പക്ഷെ അസ്വസ്ഥതകളും അതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ഇന്നാളൊരു ആക്ടിങ് ചെയ്ത് കാണിച്ചു തന്നില്ലേ ഞാൻ? ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുക ഒരു കൈ കൊണ്ട്. ഐസ്ക്രീം ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഈ ഐസ്ക്രീം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പാമ്പ് വന്ന് കടിച്ചു എന്ന് വിചാരിക്കും ഇപ്പുറത്തെ കൈയ്യുമ്മേ. അത് നമ്മായി വിഷം കയറിക്കൊണ്ടിരിക്കുക. പിന്നെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ആയിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പ്ലഷർ ആസ്വദിച്ചുകൊണ്ടിരിക്കുക, മറ്റേ സൈഡിൽ നിന്ന് വിഷം കയറി അത് നമ്മായി, വിഷം കയറുന്നത് പോലും അറിയുന്നില്ല. എന്നിട്ട് അവസാനം മരിച്ചു കഴിയുമ്പോഴും അറിയാം ഈ പ്ലഷർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും മരിച്ചു പോകുന്നു. ഒരു എക്സാമ്പിൾ ആട്ടാ, ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു എക്സാമ്പിൾ. അതെ. അപ്പോൾ മാരകപാപം ചെയ്തിട്ട് ഒന്നും സംഭവിക്കണില്ല എന്നൊന്നും വിചാരിക്കണ്ട. അപ്പോൾ ചിലർ ഇപ്പോൾ ഈ ടീനേജേഴ്സും അല്ലെങ്കിൽ കുട്ടികൾ ഒക്കെ മാതാപിതാക്കന്മാരോട് പറയും, മാതാപിതാക്കന്മാർ വല്ലതും കറക്റ്റ് ചെയ്യുമ്പോൾ അവളൊക്കെ അങ്ങനെ ചെയ്യണ്ടല്ലോ, എന്നിട്ടൊരു കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ദുഷ്ടൻ്റെ ഐശ്വര്യം എന്നൊക്കെ നമ്മൾ പറയില്ല. ഭയങ്കര ഐശ്വര്യ പാപം ചെയ്യണവർക്കൊന്ന് തോന്നും. ജസ്റ്റ് തോന്നലാണേ.
അപ്പോൾ അവൻ്റെയും ദുഷ്ടൻ്റെ ഐശ്വര്യം കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ പോയാൽ പിന്നെ ട്രാപ്പിൽ വീണിട്ട് കുഴിയിൽ വീണിട്ട് എഴുന്നേൽക്കാൻ പറ്റാതെ ആകുമ്പോഴാണ് ബൾബ് കത്തുക. അതങ്ങനെ അത്ര വോൾട്ടേജിലല്ല, എന്നാലും ചെറിയൊരു കത്തല്ലേ. ഒത്തിരി ആൾക്കാർ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ട് വരാറുണ്ട്, അവരെ കളിയാക്കാനല്ല. പക്ഷേ ഇനിയും അതിൽ വീണിട്ടില്ലാത്തവർ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനൊരു കോൺസിക്വൻസ് ഉണ്ട്. എല്ലാം സുഖകരമായിരിക്കും എന്ന് വിചാരിക്കേണ്ട. പാപം ചെയ്താൽ നിൻ്റെ ജീവിതം സുഖകരമായിരിക്കാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി. തോന്നലുകളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് മോർ ആൻഡ് മോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത്, കുട്ടികളും ചെറുപ്പക്കാരും ഒരു ലൈസൻസ് ഇല്ലാതെയാണ് മാരക പാപങ്ങളിൽ ജീവിക്കുന്നത്. 1-ാം പ്രമാണത്തിന് 6-ാം പ്രമാണത്തിനൊക്കെ എതിരെ മറ്റെല്ലാ കൽപ്പനകളും ലംഘിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതും ലംഘിച്ച് ഉള്ള ഒരു ജീവിതം. പരിശുദ്ധ കുർബാനയില്ല, കൂദാശകളില്ല, പ്രാർത്ഥനകളില്ല, പഠിപ്പ് എന്ന് പറഞ്ഞ് പഠിപ്പിൻ്റെ പേരിൽ കേരളം വിട്ടു പോകുന്നു, തോന്നിയ പോലെ ജീവിക്കുന്നു. ഇതൊരു സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്നു. ബി കെയർഫുൾ, wake up. ദുഷ്ടാരൂപികളുടെ പിടിയിൽ അകപ്പെട്ടിട്ട് പിന്നെ ഒന്നും ശരിയാവണില്ലല്ലോ, ഒന്നും വർക്കാവണില്ലല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേക്കപ്പ്, ഗെറ്റപ്പ്, ഉണർന്നെഴുന്നേൽക്ക്. ഓപ്പൺ യുവർ ഐസ് ആൻഡ് സീ ഫോർ യുവർ സെൽഫ്. കണ്ണ് തുറന്ന് കാണ് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ കുറേ പഠിച്ചു, റാങ്ക് വാങ്ങി, അതൊക്കെ വാങ്ങി, അവസാനം എവിടെ എത്തിപ്പെടുന്നു? ഇഷ്ടം പോലെ പ്രാർത്ഥനാ നിയോഗങ്ങൾ വരുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു നിമിഷത്തെ മാജിക്കിൽ പ്രാർത്ഥിച്ച് ശരിയാക്കാനൊന്നും പറ്റില്ല. പറ്റാണ്ടല്ല, പക്ഷെ അതല്ല അതിൻ്റെ രീതി. പാപം ഉപേക്ഷിക്കണ്ടേ. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ പാപരഹിതമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ആക്കാനായിട്ട് നോക്കണം. എന്തു പറയുന്നു? മാരകപാപത്തിനെ പറ്റി പിന്നൊരു കാര്യമുള്ളത്, ദൈവസ്നേഹത്തിന് നേരിട്ടിട്ട് എതിരാണെന്നുള്ളൊരു കാര്യം. മാരകപാപം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് 1, 5, 6 അത് ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അത് ദൈവസ്നേഹത്തിന് വേണ്ടാന്ന് വെക്കാം. അത്രയും കർത്താവ് അത് ഡയറക്റ്റ് ചെറിയ പാപങ്ങളിലാണ് തുടങ്ങുന്നത്. ചെറിയ പാപങ്ങൾ ചെയ്തിട്ടാണ് അങ്ങോട്ട് എത്തുന്നത്. എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച്, ടേക്കിംഗ് ഫോർ ഗ്രാൻറ്റഡ്. ഇതെന്താ ഇപ്പോൾ ബൈബിൾ വായിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം, പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം, കൊന്ത ചൊല്ലില്ലെങ്കിൽ എന്താ കുഴപ്പം, ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിനോട് നേരിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ലക്ഷണങ്ങളാണ്. ഇത് എങ്ങോട്ടാണ് പോകണം, അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവയൊക്കെ. 1 മണിക്കൂർ പേഴ്സണൽ പ്രെയർ വേണമെന്ന് പറയുമ്പോൾ പറയാണ്, ഞാൻ എപ്പോഴും നടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ ദൈവമായിട്ട് ഒന്നാന്നൊക്കെ പറഞ്ഞിട്ട് പോണതേ, പിന്നെ എന്ത് പറ്റുന്നു? അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ തന്നെ her bell is ringing, you are not going in the right way. ദൈവത്തെ വേണ്ടാന്ന് വയ്ക്കുന്നു. പിന്നെ പരീക്ഷ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു, ജോലി വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ആരെയും കുറ്റപ്പെടുത്താനല്ലേ, പക്ഷേ ഇത് ഇത്രയും സീരിയസ് ആയിട്ട് പറയേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. മാരക പാപത്തിലായിട്ട് പോലും പാപമല്ലാന്ന് വിചാരിച്ചിങ്ങനെ നടക്കുമ്പോൾ കുഴിയിൽ വീണ് കഴിഞ്ഞിട്ടാണ് അറിയുക. ദൈവം നമ്മളെ സഹായിക്കാൻ റെഡിയാണ്, കരുണ വെച്ചിട്ടുണ്ട്, കൃപ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്വീകരിക്കണ്ടേ. ആത്മീയ കാര്യങ്ങൾക്ക് ഭയങ്കര പവറാണ്. നമ്മളത് എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് പറഞ്ഞ് നടന്നാൽ നമ്മളത് അന്വേഷിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ എൻജോയ് ചെയ്യുന്നില്ലേ ആത്മീയ കാര്യങ്ങൾ? എത്ര സഹനം വന്നാലും, എത്ര ആക്രമണങ്ങൾ വന്നാലും, ആരൊക്കെ എതിര് നിന്നാലും ആത്മീയ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ആൾക്കാർക്ക്. ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നവർക്ക് ആർക്കും ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ അവർ തോറ്റു പോകും. ഇത് പിന്തിരിപ്പിക്കാൻ നോക്കിയാന്ന് ഉദ്ദേശിച്ചത്. മറ്റേ സാൽവേഷൻ രക്ഷയുടെ കാര്യമല്ല അവർ. ഒരു പ്രയോഗം ദൈവത്തോട് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപ്പെടുത്തും? ഒരു പേടിയും പേടിക്കണ്ട. നീ ക്രിസ്തുവിന്റെ സ്നേഹത്തില് വളരണമെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണ് ഒട്ടി നിൽക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം അല്ലെങ്കിൽ പേടിക്കണം.
പേടിക്കണം. ചിലർ ക്രിസ്തുവിൻ്റെ സ്നേഹം അല്ലാണ്ട് ഒരു പേടിയില്ല എന്ന് പറയും, അത് ശരിക്കും പേടിക്കണം. യെസ്. CCC 1857 പറയുന്നുണ്ട്, ബോധപൂർവകമായ സമ്മതത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് മാരക പാപമാണെന്ന്. അവിടെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒരു പാപം മാരകമാവണമെങ്കിലുള്ള കണ്ടീഷൻസ്, 3 വ്യവസ്ഥകളെ പറ്റി പറയുന്നുണ്ട്. 3 കണ്ടീഷൻസ്. എപ്പോഴാണ് ഒരു പാപം മാരകമായിട്ട് മാറുക, മോർട്ടലായിട്ട് മാറുക? ആ കണ്ടീഷൻസ് 3 ഒന്ന് നോക്കാം. ഒരു പാപം മാരകമായിരിക്കണമെങ്കിൽ 3 വ്യവസ്ഥകൾ ഒന്നിച്ച് നിറവേറ്റപ്പെടണം. ഈ 3 വ്യവസ്ഥകൾ ഒന്നിച്ച് നിറവേറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പാപം ഒരു മാരക പാപ. പാപത്തിന്റെ വിഷയം ഗൗരവമുള്ളതായിരിക്കുകയും, അപ്പൊ വിഷയം ഗൗരവമാണെങ്കിൽ, അതായത് വിഗ്രഹാരാധന, കൊല്ലല്, വ്യഭിചാരം, അങ്ങനത്തെ വിഷയം ഗൗരവമാണെങ്കിൽ, പൂർണ്ണമായ അറിവോടും ബോധപൂർവകമായ സമ്മതത്തോടും കൂടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് മാരക പാപമാണ്. അപ്പൊ ആദ്യത്തെ കണ്ടീഷനാണ്, ആദ്യത്തെ വ്യവസ്ഥയാണ് വിഷയം ഗൗരവമുള്ളതായിരിക്കണം. രണ്ടാമത്തെ പൂർണ്ണമായ അറിവോട് കൂടിയാണ് ചെയ്തത്. മൂന്നാമത്തെ ബോധപൂർവകമായ സമ്മതമുണ്ടോ? ഈ 3 വ്യവസ്ഥകളും ഒന്നിച്ച് നിറവേറ്റപ്പെടുകയാണെങ്കിൽ ആ പാപം മാരക പാപമാണ്. അപ്പോൾ ഇത് പൂർണ്ണമായ അറിവോടെന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്നൊന്നും പറയരുത്. നേരത്തെ പറഞ്ഞ പോലെ കപടമായ അജ്ഞതയാണോ? അറിയില്ലെങ്കിൽ അത് അറിയണം. അപ്പോൾ മാരക പാപത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു കുമ്പസാരം, യഥാർത്ഥ അനുതാപത്തോടുകൂടി കുമ്പസാരിച്ചിട്ടേ പരിശുദ്ധ കുർബാനയിൽ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കാവൂ, ഈശോയെ സ്വീകരിക്കാവൂ. അയോഗ്യതയോടുകൂടെ ഈശോയെ സ്വീകരിക്കരുത്. മാരക പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് ഈശോയെ സ്വീകരിക്കണം. അപ്പോൾ ഇന്ന് ഒത്തിരി ആൾക്കാർ മാരകപാപം ചെയ്തിട്ട് മാരകപാപം അല്ലാന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നടന്നിട്ട് അങ്ങനെ പോയി കുർബാനയ്ക്ക് പോയി, അപ്പം എല്ലാവരും വരിയിൽ നിൽക്കണു, ഈശോനെ കൈക്കൊണ്ടു. അപ്പോൾ അതൊക്കെ ഡേഞ്ചറസ് ആണ്. ഓക്കെ, ഈശോനെ സ്വീകരിക്കണം, പക്ഷേ യോഗ്യതയോടുകൂടെ സ്വീകരിക്കണം. ഈശോയുടെ ശരീരത്തെ വിവേചിച്ചറിഞ്ഞ് സ്വീകരിക്കണം. അതെവിടെ പറഞ്ഞിരിക്കുന്നത്? 1 കൊറിന്തോസ് 11:27 മുതലുള്ള തിരുവാക്യങ്ങൾ. 1 കൊറിന്തോസ് 11:27 തിരുവാക്യത്തില് തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യും. അയോഗ്യതയോടുകൂടെ സ്വീകരിച്ച അങ്ങനെ. ഓക്കെ. പിന്നെ 29 തിരുവാക്യം, എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. അപ്പൊ ഈശോയുടെ ശരീരത്തെ വിവേചിച്ചറിഞ്ഞ് ഭക്ഷിക്കണം, അല്ലെങ്കിൽ സ്വന്തം ശിക്ഷാവിധി തന്നെയാണ്. യൂദാസിന്റെ കാര്യത്തിൽ എന്തുണ്ടായി നോക്ക്. യൂദാസ് ഈശോ അപ്പം ഭക്ഷിച്ചപ്പോ സാത്താൻ പ്രവേശിച്ചു. ശരീരത്തെ വിവേചിച്ചറിയാതെ അങ്ങനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷാവിധിയായിരിക്കും. സെയിന്റ് ജോൺ ചാപ്റ്റർ 13 13 27 തിരുവാക്യം 27. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. ഈശോയ്ക്ക് അറിയാം ആര് തടഞ്ഞാലും ഇവനിപ്പോ ചെയ്യാതിരിക്കാൻ പോണില്ല. അത്രയ്ക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് ചെയ്തു പോവാണ് കാര്യങ്ങൾ. മാരക പാപങ്ങൾ നമുക്ക് നമ്മുടെ കൺട്രോൾ തന്നെ കിട്ടാത്ത വിധത്തിൽ അങ്ങനെ പോകും. അപ്പോൾ ചെറിയ ചെറിയ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ, ലഘുപാപങ്ങൾ ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ കുറേ പ്രാവശ്യം മാരക പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കൺട്രോൾ തന്നെ കിട്ടില്ല. ഈശോ കുറേ വാർണിങ്സ് കൊടുത്തിട്ടുണ്ടാവും, കുറേ സ്നേഹ കറക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ അനുസരിക്കാണ്ട് ഇങ്ങനെ നടന്നാൽ ഹാർഡായിട്ട് പിന്നെ ഒരു മൊമെൻറ്റിൽ ഏറ്റവും വലിയൊരു പാപം അങ്ങനെ ചെയ്യാൻ പോകണം. ഈശോനെ ഒറ്റിക്കൊടുക്കാൻ പോകണം. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുകയാണ് സ്വന്തം ശരീരവും രക്തവും. എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമ്മുടെ ജീസസ് പ്രേയർ, യേശു ക്രിസ്തു കർത്താവേ പാപിയായ, ചിലപ്പോൾ ലഘുപാപമായിരിക്കും, ചിലപ്പോൾ മാരകപാപമായിരിക്കും, ഞാൻ പാപിയാ. യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് പാപമില്ലാതെ ജീവിക്കാൻ പറ്റും.
ദൈവത്തിൽ വസിക്കുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവന് പാപം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിൽ വസിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിൽ വസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പാപം ചെയ്യാൻ പറ്റില്ല. എന്നാലും ചില ലഘുപാപങ്ങൾ നമ്മൾ ചെയ്തു പോകും. അപ്പം തന്നെ അനുദപിച്ച് കുമ്പസാരിക്കുക, അനുതാപ അവസ്ഥയിലായിരിക്കുക. അനുദപിച്ച പാപികൾ തന്നെയല്ലേ സ്വർഗത്തിലെത്തിയത്. ഈശോയ്ക്ക് പാപമില്ലേ, പരിശുദ്ധ അമ്മയ്ക്ക് പാപമില്ലേ, പക്ഷെ ബാക്കി എല്ലാവരും സ്വർഗത്തിൽ ഇപ്പം ആയിരിക്കുന്നവര് അവർ പാപം ചെയ്തിട്ടുണ്ടല്ലോ. അനുദപിച്ച് പാപികളല്ലേ അങ്ങോട്ട് എത്തിയത്. അപ്പോൾ പാപികളെ വിളിക്കാനാണ് ഈശോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്തിനാ? അനുതാപത്തിലേക്ക് നയിച്ച് നിന്റെ ഹാർട്ട് ശരിയായി സ്വർഗത്തിലെത്താൻ വേണ്ടി ഹാർട്ടിനെ ശരിയാക്കുക. ഈശോയുടെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഒരുങ്ങിയിരിക്കേണ്ട കാലഘട്ടമാണിത്. ഹൃദയം ഒരുക്കി വെക്കണം. പാപത്തിനോടൊക്കെ അറപ്പും വെറുപ്പും തോന്നണം. ഒരു പാപത്തിനും ഒരാൾ ഇതുവരെ സഹായിക്കാനോ ഒരു ഉപകാരം ചെയ്യാനോ പറ്റിയിട്ടില്ല, അല്ലേ? ആദിമ മനുഷ്യൻ മുതൽ ഇതേവരെ എന്തോരം വർഷങ്ങൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് ഏത് പാപമാണ് അവസാനം വരെ ഉപകാരമായിട്ട് വർത്തിച്ചേക്കണേ? പാപം നമ്മളെ നശിപ്പിക്കേ ഉള്ളൂ. അത് അറിഞ്ഞിട്ട് എന്തിനാ സ്വയം നാശത്തിന് വിട്ടുകൊടുക്കുന്നത്? ഓൾറെഡി വിധിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ദുഷ്ടാരൂപികൾ അവർ എന്തായാലും ഞങ്ങൾ നശിച്ചു, ബാക്കിയുള്ളവരെയും കൂടി നശിപ്പിക്കാമെന്ന് വെച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളെന്തിനാ അവർ പണിയുന്ന അല്ലെങ്കിൽ മെനയുന്ന കെണികളിലൊക്കെ വീഴാൻ നിൽക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ പുത്രിമാരാവാൻ വിളിക്കപ്പെട്ടവരാ, ദൈവമക്കളാവാൻ. അപ്പോൾ ആക്ച്വലി ഓൾ ദീസ് തിങ്സ് ആർ ഇൻട്രസ്റ്റിംഗ്. പക്ഷെ വി ഷുഡ് പുട്ട് ourselves in that track. ഈസി ആയിട്ട് ദൈവത്തോടു കൂടെയുള്ള ജീവിതം, നല്ല സമാധാനവും സന്തോഷവും സ്നേഹവും ഒക്കെ നിറഞ്ഞ ജീവിതം പോസിബിൾ ആണ്. യെസ് ഓർ നോ? യെസ്. And we thank you for your infinite blessings upon us, the